ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. വഴുതനങ്ങ വെച്ച് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വഴുതനങ്ങ വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? വെറും 5 മിനിറ്റിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കൊരു കറി ഉണ്ടാകും. അപ്പം ഞാൻ സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ കാണും. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ. അപ്പം നമ്മുടെ കിച്ചണിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. നിങ്ങൾ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാവരെയും കിച്ചണിൽ ഇതേപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് എല്ലാവരും വെക്കാറുണ്ട്. അപ്പം ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, 3 പ്ലാന്റ്സ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേറൊരു ഇനമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ വേറെ 2 കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഇതും മണി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. വലിയൊരു മണി പ്ലാന്റ് ആണ്. പക്ഷെ ഇതിന്റെ കളർ കണ്ടോ നിങ്ങൾ? നോർമൽ കാണുന്ന കളറല്ല, വേറെ കളറാണ്. പക്ഷെ വെയിൽ കൊണ്ടിട്ടാണോ ചൂട് കൊണ്ടിട്ടാണോ നല്ല കരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്ലാന്റ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. വെട്ടത്തിന്റെ കുറവ് കാരണം നിങ്ങൾക്ക് ഒരു പക്ഷെ കാണാൻ പറ്റുന്നില്ലായിരിക്കാം. ഇത് ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ പ്രശ്നം എന്തൊക്കെയെന്ന് അറിയാമോ? ഞാൻ ഈ മൂലയ്ക്ക് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാചകം ചെയ്യുമ്പോൾ കുറേ ലീവ്സ് ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ മറന്നു പോകും അങ്ങോട്ട് നീക്കി വെക്കാനായിട്ട്. അങ്ങനെ പറ്റി പോകുന്നത് അതൊക്കെ. അപ്പം ഞാനിവിടെ 3 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് പക്ഷേ വഴുതനയുടെ ഒരു പ്രശ്നം, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പുറമേ ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മിക്കവാറും ഇത് പുഴുവായിരിക്കും. അറിയില്ല, നമുക്ക് കട്ട് ചെയ്ത് എന്തായാലും നോക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാമേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കുക. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വട്ടത്തിൽ അരിയത്തില്ലേ, അതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കനം കുറച്ച് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ താണ്ടെ 3 വഴുതനങ്ങ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടവശം ചെത്തി കളഞ്ഞു. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇടുമ്പോൾ അറിയാം മറ്റു കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന്. കട്ട് ചെയ്ത് നമുക്കിപ്പോൾ നോക്കാം. ഇതുപോലെ ഇതിൻ്റെ കനം കുറച്ച് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ. കാരണം നമുക്കിത് മസാല പുരട്ടി പുഴുവാണ് കേട്ടോ. അപ്പോൾ മസാല പുരട്ടി നമുക്ക് വെക്കണം. സോ അതുകൊണ്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഈ വഴുതനങ്ങ കൂടുതലും പുഴുവായിരിക്കും. നമ്മൾ പുറമേ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നിറയെ പുഴുവായിരിക്കും. റെയറാണ് പുഴുവില്ല നമുക്ക് വഴുതനങ്ങ കിട്ടുന്നത്. മിക്കപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഇതല്ല കേട്ടോ. 3 എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഷ്ടിച്ച് പോയി അതിന് 2 കിട്ടുമായിരിക്കും. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി നേരത്തെ അറിയാതിരിക്കാം, മേ ബി, എനിക്കറിയില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് ഈ റെസിപ്പിയെക്കുറിച്ച് അറിഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അമ്മച്ചി ഇതേപോലെ ഞാൻ ഓണത്തിൽ ചെന്നപ്പം എന്നോട് പറഞ്ഞാണ് ഇതേപോലെ കറി ഉണ്ടാക്കി നോക്കി, നല്ലതായിരുന്നു. ഒരു പ്ലേറ്റ് ചോറിൻ്റെത് പോലും അറിഞ്ഞില്ല. കാരണം പ്രത്യേകിച്ച് ചേരുവകളൊന്നുമില്ല ഇതിൽ. വഴുതനങ്ങ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് തൈരും വേണം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഞാൻ കഴിച്ചില്ല. അപ്പം അമ്മച്ചി പറയുന്നത് കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനും പ്രിപ്പയർ ചെയ്യുന്നത് ഇത്. അപ്പം അമ്മച്ചി പറഞ്ഞൊരു അറിവ് മാത്രമേ ഇവിടെ എനിക്ക്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനും ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ഏകദേശം 3 എടുത്തതിൽ നിന്ന് 1 കേടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ഇതേപോലെ തന്നെ ഏകദേശം കനം കുറച്ച് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല കനം കുറച്ച് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല ഇടണം. മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണ്ടത്, ഞാൻ കാശ്മീരി മുളകാണ് എപ്പോഴും ഞാൻ പറയും, ഇവിടെ എരി കുറവ് മതി. സോ അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു സ്പൂൺ, ഫുൾ എടുത്തിട്ടില്ല, 1/2 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് ഉപ്പ്, പാകത്തിലുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂണിനകത്ത് 1/2 മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാലയും ഒരു പൊടിക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചാലിച്ചെടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചിട്ട് ചാലിച്ചിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചാൽ മതിയേ.
നമുക്കറിയാലല്ലോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിങ്ങനെ നമുക്ക് മസാലയ്ക്ക് എത്രമാത്രം വെള്ളം വേണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് നമുക്ക് ആ പാകത്തിനൊന്ന് ചാരിച്ചെടുക്കാം. മതിയാവും. ഈ ഒരു പരുവം കണ്ടോ? കാരണം നമ്മുടെ ഈ വഴുതനങ്ങയിൽ ഈ മസാലക്കൂട്ട് പിടിക്കണം. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ ആഡ് ചെയ്യുക, നന്നായിട്ട് ഇതിലെല്ലാം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് വറുത്ത് കോരാൻ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാ വഴുതനങ്ങയിലും ഇതുപോലെ മസാലകൾ തൂത്തിട്ടുണ്ട്. ജസ്റ്റ് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ നമുക്ക് തൂത്ത് കൊടുത്താൽ മതി. ഇനിയൊരു 2-3 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 3-4 മിനിറ്റ് വെച്ച് കൊടുക്കാം. പെട്ടെന്നാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് പെട്ടെന്ന്, നമ്മൾ എന്നും ഇങ്ങനെ മോരും സാമ്പാറും രസമൊക്കെ കൂട്ടി മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആരും ആഗ്രഹിക്കാത്തത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതേപോലെ എല്ലാ വീടുകളിലും തൈര് ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു ചെറിയൊരു കപ്പ് തൈര് മാത്രം മതി കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. വെറും തേങ്ങ വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു കറി പ്രിപ്പയർ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചോറ് തീരുന്ന അറിയത്തില്ലെന്നാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം ഉള്ളയാണോ എന്നുള്ളത്. അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കുറച്ച് ടൈം. ഓക്കെ, അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിനി വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പം അതിന് പാകത്തിനായിട്ടുള്ളൊരു വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്ത് ഒഴിക്കുവാണ്. കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കൊച്ചുള്ളി വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സാരമില്ല, ഇത് ഈ പാനിൽ തന്നെ നമുക്ക് എടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രാവിലെയും വെളുപ്പിനെയും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റമറ പോലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എളുപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം മെനക്കേടൊന്നുമില്ല. ഇതുപോലെ ഓരോരോ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചോളും. ഇത് 2 ട്രിപ്പായിട്ട് ഇടേണ്ട വരുമെന്ന് തോന്നുന്നു. മറ്റു ട്രിപ്പിൽ കയറില്ല. ഓക്കെ, അപ്പം നമുക്ക് 2 വട്ടമായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് നമ്മുടെ അടുത്ത് തന്നെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരുന്ന ടൈം ഉണ്ടല്ലോ, നമുക്ക് ആ ടൈമിലേക്ക് നമുക്കൊരു ചെറിയൊരു പിടി നമുക്ക് കൊച്ചുള്ളി വേണം. കൊച്ചുള്ളി തന്നെ വേണം കേട്ടോ. സവാള അല്ല ചേർക്കേണ്ടത്, കൊച്ചുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. സോ അതുകൊണ്ട് നമുക്കൊരു 10, 12, 15, 13 ആ റേഞ്ചോളം നമുക്ക് കൊച്ചുള്ളി വേണം. അപ്പോൾ കൊച്ചുള്ളി നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വലിയ അത്യാവശ്യം ചെറിയ കൊച്ചുള്ളി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് വഴറ്റാം. അല്ല ഒരു മീഡിയം സൈസ് കൊച്ചുള്ളി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് 2ആയിട്ട് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഏകദേശം ഒരു സൈഡ് വെന്ത് കാണും. തൊടുമ്പഴേ നമുക്കറിയാം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം. നമുക്കിത് ഓരോന്നും തിരിച്ചിടണം. തിരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. സോ അതുകൊണ്ട് ഓരോന്നും എന്താ ഇതേ പരുവത്തിൽ വേണം എടുക്കാനേ. കുറച്ചുകൂടെ മൂത്താലും കുഴപ്പമില്ല. ഇപ്പം തിരിച്ചിടുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും. ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാമേ. കൂടെ നിന്നാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു ടിപ്പ് കൂടി ഇടണം, കാരണം ഇതിൽ കൊണ്ടില്ലല്ല. സോ നമുക്കതുകൊണ്ട് ഒരു ടിപ്പ് കൂടി ഇടേണ്ടതാണ്. 2 സൈഡും ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ഇടാൻ കേട്ടോ. ഇട്ട് അത് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പമാണ്. പിന്നെ ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇതൊന്ന്
വഴടാൻ എടുക്കുന്ന ടൈം മാത്രമേ എടുക്കുകയുള്ളൂ നമ്മൾ കേട്ടോ. സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കും. കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പം നമ്മുടെ വഴുതനങ്ങ എല്ലാം ഞാൻ ഇതുപോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത്രയൊരു കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊച്ചുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് മുന്നായിട്ട് കടുക് ഒന്ന് വറുക്കണം. അതിനായിട്ട് കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതിയേ. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 2 പച്ചമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതെല്ലാം മുറിച്ചിട്ടാലും മതിയാവേ. പൊട്ടി വരുമ്പോഴത്തേക്ക് മതിയാവും. നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാലേ ഇതിനകത്ത് നമ്മളെല്ലാത്തിനും ചേർക്കുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ കരിവേപ്പില. ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കരിവേപ്പില ഞാൻ സാധാരണ പിച്ചി കവറിലാക്കി വെക്കാറാണ് പതിവ്. ഒരു 3-4 ദിവസത്തേക്ക് നോക്കിയിട്ട് കരിവേപ്പില തീർന്നു. അപ്പം ഇനി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കരിവേപ്പിലത് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും കരിവേപ്പില ആഡ് ചെയ്യണം കേട്ടോ. കരിവേപ്പില നമ്മൾ എല്ലാ കറികൾക്കും എല്ലാത്തിനും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ കരിവേപ്പില. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കരിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് നമ്മുടെ ഈ മുളക് ഇതേപോലെ ഈ കളർ മാറി മൂത്ത് വരുമല്ലോ. ഒന്ന് മൂത്ത് വരണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഈ റെഡ് കളർ മാറി ഡാർക്ക് റെഡ് ആവുമല്ലോ, മെറൂൺ കളർ പോലെ. അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ കൊച്ചുള്ളി ഇതിലേക്ക് വെച്ച് കൊടുത്ത് വഴറ്റിയെടുക്കാം. എന്നിട്ട് കൊച്ചുള്ളി ഒന്ന് വേവാം. അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ട് കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴണം. അപ്പോൾ വഴറാൻ വേണ്ടി ഞാൻ ഒരു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതി, കാരണം നമ്മൾ മറ്റേ മസാലക്കൂട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉപ്പ് ഇനിയും ചേരും, കാരണം നമ്മൾ തൈരാണല്ലോ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് ഇനിയും ചേരും. കുറച്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട്. പെട്ടെന്ന് ഉപ്പ് മതിയെ. നന്നായിട്ട് നമ്മൾ ഈ കൊച്ചുള്ളി ഒന്ന് വഴണ്ടെടുക്കണം. കൊച്ചുള്ളി എപ്പോഴും എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഈ ബീഫ് കറി ആയാലും ചിക്കൻ കറിയൊക്കെ ആയാലും എല്ലാത്തിനും നമ്മൾ ഈവൻ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ അതൊക്കെ ആയാലും കൊച്ചുള്ളി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും മടിയായി കൊച്ചുള്ളി കുത്തിയിരുന്ന് ഇങ്ങനെ തൊലി കളഞ്ഞ് ഇളക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. എല്ലാവർക്കും മടി. കൊച്ചുള്ളി നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതെനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഏകദേശം വഴണ്ട നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിയരുത് കേട്ടോ, കാരണം നമുക്ക് ഇങ്ങനെ കടിച്ചിടിച്ച് തിന്നണ്ടേ. സോ അതുകൊണ്ട് ഒരുപാട് കരിയണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറുത്ത് വെച്ചിരുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിന് വേറെ ഒരു കൂട്ടും ചേർക്കുന്നില്ല കേട്ടോ. ഇതിന് തൈര് മാത്രം ആഡ് ചെയ്ത് ഉപ്പിടുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തോട് ഞാൻ 1 കപ്പ് തൈരാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈരിന് ഒരിക്കലും നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല. ഈ ഉള്ള തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ കട്ട തൈര് വേണം എടുക്കാൻ. പുളി കുറഞ്ഞ തൈരും എടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ. പുളി ഒരുപാട് കൂടാൻ പാടില്ല. പുളി കുറഞ്ഞ തൈര് വേണം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പുളി കുറഞ്ഞ തൈര് മീൻസ് നമുക്കിപ്പോൾ ഇന്ന് വൈകിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എടുക്കത്തില്ലേ, ആ തൈരൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരെല്ലാം ഓൾമോസ്റ്റ് അത്യാവശ്യം പുളി കുറഞ്ഞ തൈര് തന്നെയായിരിക്കും. അപ്പം അങ്ങനത്തെ തൈര് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പുളി പിന്നെ കട്ട തൈര് ചേർക്കുക. കട്ട തൈര് തന്നെ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യരുത്, വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് തന്നെ തൈര് എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനിയുണ്ടല്ലോ ഈ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് എല്ലാം ഒന്ന് ഗ്യാസ് ഓൺ ആക്കി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇപ്പോൾ ഇത് കണ്ട നമ്മുടെ മോരുകറിയുടെ കൂട്ടൊക്കെ ആയിട്ടുണ്ട്. വഴുതനങ്ങ ആന്നേ ഉള്ളൂ, കാരണം വഴുതനങ്ങയിൽ ഓൾറെഡി നമ്മൾ കൂട്ടെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരിൽ ഇടുമ്പോഴത്തേക്ക് ആ കൂട്ടെല്ലാം ഇതിലേക്ക് ഇങ്ങനെ അരിഞ്ഞ് ചേരും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതെ, ഇതിൻ്റെ കളർ മാറിയത് കണ്ടോ. ഈ ടൈമിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാൻ നല്ലതാണെന്ന്. സൂപ്പറാണ് കേട്ടോ, വിചാരിക്കുന്ന കൂട്ടൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മളുണ്ടാക്കിയ വഴുതനങ്ങ കറിയാണ്. നല്ല ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ആ വഴുതനങ്ങയിലുള്ള മസാലക്കൂട്ടെല്ലാം ഇതിലേക്ക് ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന കൂട്ടുന്നല്ല, നല്ല ടേസ്റ്റാണ്. നമുക്കിത് മാത്രം മതി. ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നതേ അറിയില്ല കേട്ടോ. നല്ല രുചിയുണ്ട്. അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും ഒക്കെ നേരത്തെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ. അപ്പം നമുക്ക് നാളെ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പം നമുക്ക് നാളെ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.